ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ലെയറായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന നല്ല സോഫ്റ്റ് പൊറോട്ടയില്ലേ, അതേപോലെ തന്നെ അടിപൊളി സോഫ്റ്റ് പൊറോട്ടയാണ്. വീശി അടിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു പൊറോട്ട. വെറും 1 മണിക്കൂറെല്ലാം മതി ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ചൂടൊന്നും ആക്കണ്ട, റൂം ടെമ്പറേച്ചർ ആയാൽ മതി. തണുത്ത പാലെടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. പിന്നെ 2 ടീസ്പൂൺ ഗീ, ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. ലെമണും കൂടെ പിഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ച ഉപ്പെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച മൈദപ്പൊടി ഉണ്ടല്ലോ, അതിലേക്ക് പാലിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പാൽ വേണമെങ്കിൽ പാൽ ചേർക്കാം. ഞാനിപ്പം ബാക്കി വരുന്നത് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പാത്രം ചെറുതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പ് മേലെ ഇട്ടിട്ടാണ് കുഴച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നിക്കിൽ വലിയ പാത്രം എടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് മേലെ ഇട്ടിട്ട് ഞാൻ ചെയ്തതുപോലെ ചെയ്യുക. ഏതാണോ നിങ്ങൾ എളുപ്പം അതുപോലെ ചെയ്താൽ മതി. ബാക്കി വരുന്നത് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. വെള്ളം ചേർത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ കൗണ്ടർ ടോപ്പ് മേലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. മാവ് കുഴക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് കുഴക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട ശരിയാവില്ല. പൊറോട്ട മാത്രമല്ല, നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതെല്ലാം ഈ മാവ് കുഴക്കലിലാണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റും ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ മാവ് കുഴക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരുപാട് അങ്ങ് കട്ടിയാവാത്ത രീതിയിൽ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ. കട്ടിയായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പൊറോട്ട സോഫ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ മാവെല്ലാം ഞാനിതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് കൂട്ടി നന്നായിട്ടൊന്ന് കുഴഞ്ഞ രീതിയിലാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടിയായി പോകരുത്. ഇനി നമുക്കിത് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുഴച്ചെടുത്ത മാവ് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് മുകളിലും അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റോ മൂടിയോ വെച്ചിട്ട് അടച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ നനഞ്ഞ തുണിയെല്ലാം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ബൗളിൽ നിന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പ് മേലെ ഇട്ടിട്ട് ഇതിനൊരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ട പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ പീസ് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ട പിടിക്കാം. അല്ലെങ്കിൽ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുത്താലും മതി. ഇങ്ങനെയാകുമ്പോൾ എളുപ്പമായി. അപ്പോൾ ഇതാ ഒരു ഉരുള ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിതാ ഒരു ബൗളിൽ അല്പം
ഡാൽഡയും ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡാൽഡ കട്ടിയാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ഉരുളകളും എടുത്തിട്ട് അതിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. അട്ടിക്കട്ടിക്കായിട്ട് വെക്കണ്ട, എല്ലാം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ 1 കിലോ മൈദപ്പൊടി കൊണ്ട് നമുക്ക് 22-23 പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. ചെറിയ പൊറോട്ടയാണെങ്കിൽ നമുക്ക് ഒരു 30 എണ്ണമൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ എല്ലാം എണ്ണയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റോളം ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. മാക്സിമം 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെല്ലാം വെച്ചാലും നല്ലതാണ്. എത്ര നമ്മൾ കൂടുതൽ എണ്ണയിലിട്ട് വെക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും ഇത്. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുക്കുന്ന സമയത്ത് എണ്ണയിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡാൽഡിയും ഓയിലും ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് അതിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് പരന്ന് കിട്ടും. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എത്രയും നേരിയതായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് പരത്തി കൊടുക്കുക. ഇങ്ങനെ എണ്ണ തൊട്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തിയാൽ മതി. അങ്ങനെ ഞാനിതാ കുറച്ചൊന്ന് പരത്തിയതിന് ശേഷം ചപ്പാത്തി കോല് വെച്ചിട്ടാണ് ബാക്കി പരത്തുന്നത്. ചപ്പാത്തി കോല് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പരന്ന് കിട്ടും. കണ്ട നല്ല നേരിയതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ചുറ്റിയെടുക്കാം. കണ്ട നമ്മൾ വീശി അടിച്ചതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. അല്പം ഓയിൽ ഇതാ ഇതുപോലെ ഇവിടെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിച്ചുടയേ വേണ്ടൂ. അപ്പം ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഓയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തി കൊടുക്കുക. ചപ്പാത്തി കോല് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്താൻ പറ്റുമോ കൈ വെച്ചിട്ട് തന്നെ പരത്തുക. ചപ്പാത്തി കോലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പരന്ന് കിട്ടും. രാവിലെയെല്ലാം വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൊറോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് മടിയായിരിക്കും ഉണ്ടാക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടെ പൊറോട്ട ഉണ്ടാക്കും. നല്ല ഈസിയാണ്. കടയിൽ നിന്നൊന്നും പിന്നെ പൊറോട്ട വാങ്ങൂല. പെട്ടെന്ന് മാവ് കുഴച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ രണ്ടാമത്തത് ഇവിടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. മുഴുവനും ഞാനിതാ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ള കുറച്ച് ഡാൽഡിയും ഓയിലും കൂടെ മിക്സ് ചെയ്തതുണ്ടല്ലോ, അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തിട്ടൊരു 10 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അങ്ങ് പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ആക്കിയതിന് ശേഷം ഇതാ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാം. കണ്ടാൽ പെട്ടെന്ന് അങ്ങ് പരന്ന് കിട്ടും. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഓട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് പരത്തിയ പൊറോട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണവും കൂടി ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ പരത്തി എടുത്താൽ മതി. അങ്ങനെ 2 എണ്ണമാണ് ഞാൻ ഈ ഓട്ടിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് റെഡി ആകുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് രണ്ടാമത് ഇട്ട് കൊടുത്തതും ഒന്ന് മുകൾ ഭാഗം കുറച്ചൊന്ന് റെഡിയായി എന്ന് കാണുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് പൊറോട്ട ചുട്ടെടുക്കരുത്. ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. കണ്ട മുകൾ ഭാഗമെല്ലാം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഒരുപാട് തീ കൂടി പോവുകയും ചെയ്യരുത്, തീ തീരെ ഇല്ലാണ്ടും ആവരുത്. വീണ്ടും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. അങ്ങനെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 2 എണ്ണം കൂടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 എണ്ണം വെച്ചിട്ട് അടിച്ചെടുക്കുക. വെറും 2 എണ്ണം ആകുമ്പോൾ നന്നായിട്ടങ്ങ് അടിഞ്ഞ് കിട്ടൂല. ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 6 എണ്ണം വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ ചൂടോടെ തന്നെ അടിക്കാൻ നോക്കുക. ചൂടോടെ ആകുമ്പോൾ നന്നായിട്ട് അടിഞ്ഞ് കിട്ടും, നല്ല ലെയറായിട്ട് കിട്ടും. നല്ല ചൂടായിരിക്കും, എന്നാലും നന്നായിട്ട് പറ്റുന്നത് പോലെ അടിച്ചു കൊടുക്കുക.
അപ്പോൾ ചൂടോടെ തന്നെ പൊറോട്ട നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. പേരി പേരി ചിക്കൻ കറി. പൊറോട്ടക്കും നെയ്ച്ചോറിനെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യുക, ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പൊറോട്ട ഉണ്ടാക്കി നോക്കുക. അടിപൊളി പൊറോട്ടയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.